മറ്റു വിശദമായൊക്കെ വീണ്ടും സംസാരിക്കാൻ നോക്കി ഒറ്റ കാര്യം കൂടി. അടിസ്ഥാനപരമായിട്ട് ഈ സർക്കാർ LDF സർക്കാരിൻ്റെ ഭരണ നടത്തിപ്പിൽ എന്താണ് പ്രധാനപ്പെട്ട വീഴ്ച, അല്ലെങ്കിൽ ഭരണ രീതിയിൽ എന്താണ് മാറ്റം ഉദ്ദേശിക്കുന്നത്? ഇവർ യഥാർത്ഥത്തിൽ ഞാൻ പറയും ദ മോസ്റ്റ് ഇനഫിഷ്യൻറ്റ് ഗവൺമെൻറ് കേരള ഹാസ് എവർ സീൻ. ഇവരാണ് ഏറ്റവും ദുർബലമായ സർക്കാർ. കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യാതിരുന്ന, പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യാതിരുന്ന, കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിച്ച ഏറ്റവും മോശം ടീമാണ്. ഞാൻ ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റിനെ കുറിച്ച് അത്രയും മോശമായിട്ട് പറയാം. അതിനേക്കാൾ അത് കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ചെയ്തു. ഇവരൊന്നും ചെയ്തില്ല. ഇവർ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാക്കി, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മലീമസമാക്കി. എന്താണ് ഇവിടെ കുട്ടികൾക്ക് കൂടെ പഠിക്കാൻ തോന്നുമോ? ഇവിടെ വല്ല യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ ഉണ്ടോ? കോളേജിൽ പ്രിൻസിപ്പൽ ഉണ്ടോ? എന്തെങ്കിലും അക്കാഡമിക് കോഴ്സുകളിൽ കരിക്കുലത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടോ? യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയ അതിപ്രസരമാണ്. ആരെങ്കിലും ഇവിടെ പഠിക്കാൻ നിൽക്കുമോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ 90% മാർക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിലൊന്നും പഠിക്കാൻ ആളില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാലഹരണപ്പെട്ട കോഴ്സുകളാണ്. ഇവർ ഏതോ കാലത്താണ് ഇവർ ജീവിക്കുന്നത്. വിദ്യാഭ്യാസ കാര്യം, കാർഷിക മേഖല തകർന്നു കിടക്കുകയാണ്. വന്യജീവി ആക്രമണം ചെറുവിരലനക്കുന്നില്ല. തീരപ്രദേശത്ത് സങ്കടങ്ങളാണ്. 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു, 5 പൈസ ചിലവാക്കിയിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് പാക്കേജ്, നമ്മൾ കാസർഗോഡ് നിന്നല്ലേ സംസാരിക്കുന്നത്, പ്രഖ്യാപിച്ച് വല്ലതും ചിലവാക്കിയോ കാസർഗോഡ് പാക്കേജിന്? ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് നമ്മുടെ കാലത്ത് തുടങ്ങിയ 10 കൊല്ലമായി. OP മാത്രമേ ഉള്ളൂ. കുട്ടികൾ പോകുന്നത് താലൂക്ക് ആശുപത്രിയിലാണ് പോകുന്നത്. കൃഷിക്കാരുടെ, അടയ്ക്ക കൃഷിക്കാരുടെ, റബ്ബർ കൃഷിക്കാരുടെ ഇവിടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിച്ച അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെയല്ലല്ലോ ഒരു ഗവൺമെൻറ്. നമ്മൾ സങ്കടത്തിലാവുമ്പോൾ, നമ്മൾ വിഷമത്തിലാവുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മളത് പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു സാന്നിധ്യം ഈ ഗവൺമെൻറ്റിൻ്റെ ഇല്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഗവൺമെന്റൽ സർക്കാർ ഇല്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അത് മാറ്റിയെടുക്കും. അത് ഉറപ്പല്ലേ? ഉറപ്പായി മാറ്റിയെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു വിജയ ആഘോഷത്തിലാണ് ശരിക്കും 100 സീറ്റിലെത്തിയെന്ന് പറഞ്ഞത്. ഇപ്പോൾ CPM ചില തെറ്റുതിരുത്തൽ നടപടികളുമായി ഒരു വികസന മുന്നോട്ട് പോകുന്നു. ആ 100-ലധികം ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അവർ തെറ്റുതിരുത്തല്ല, അവർ കൂടുതൽ തെറ്റുകളിലേക്കാണ് പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി പെടുന്ന പാടെന്താ? അവരെ സംരക്ഷിക്കുന്നത് എന്താ? ഒറ്റയാൾക്കെതിരായിട്ട് അച്ചടക്ക നടപടിയെടുത്തില്ല. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തവർക്കെതിരായി നടപടിയെടുത്തില്ല. ഒരു പാവപ്പെട്ട CPM രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു എന്ന് വെളിപ്പെടുത്തിയ ആൾക്കെതിരെ നടപടിയെടുത്തു. അതാണ് CPM. അവരൊരു തെറ്റുതിരുത്തലുമില്ല. അവർ കൂടുതൽ അഹങ്കാരത്തിലേക്കും കൂടുതൽ തെറ്റുകളിലേക്കും അവർ വഴുതി വീഴുകയാണ്. അവർ ലെഫ്റ്റ് അല്ല, ഞങ്ങളാണ് ലെഫ്റ്റ്. കേരളത്തിൽ നെഹ്റുവിയൻ ലെഫ്റ്റാണ് ഞങ്ങൾ. ഇവർ തീവ്ര വലതുപക്ഷമാണ്. ഇവരുടെ പ്രവൃത്തികളെല്ലാം വലതുപക്ഷ പ്രവൃത്തിയാണ്. സംഘപരിവാർ ചെയ്യുന്നത് പോലെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അത് കേരളത്തിന് മനസ്സിലായി. കേരളത്തിൻ്റെ സെൻറ്റർ തന്നെ ലെഫ്റ്റാണ്. കേരളത്തിന് മനസ്സിലായി തീവ്ര വലതുപക്ഷമാണ് ഇവരെന്ന്. അതുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികർ ഉൾപ്പെടെ, കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും.